ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഉമ്മ കരഞ്ഞ വേറെ കാര്യം. ഇത് കിട്ടാത്ത വീട്ടിലത്തെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. തോന്നിയിട്ടില്ല, നിങ്ങൾക്ക് തോന്നായിട്ടാണ് കിട്ടാത്തത്. അങ്ങനെ ഞാൻ എക്സാമിന് കയറാൻ പോകുമ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യം. അവ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തു. കരച്ചിലാണ് നമ്മളെ ആൻസർ. അങ്ങനെയാണ് ആ സംഭവ ബഹുലമായ പറയണത് ഞാൻ കാരണമാണ് നമുക്ക് പ്രഷർ വന്നത് എന്നാണ്. വീഡിയോ കണ്ടു, ഇറങ്ങി ചിരിച്ചുകൊണ്ട് ഓടി വരുന്നു. സന്തോഷായി. ഞാൻ കരഞ്ഞിട്ടാണ് അറിഞ്ഞു വന്നത്. അപ്രാവശ്യം നമുക്ക് നീറ്റ് കിട്ടിയിട്ടില്ല. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. സാധാരണ എല്ലാ യൂട്യൂബ് ചാനലിലും എല്ലാ കോച്ചിങ് സെന്റേഴ്സിന്റെ ഇന്റർവ്യൂലും ഒക്കെ നമ്മൾ കാണല് ഒരു നീറ്റ് ആസ്പിറന്റിന്റെ സൈഡ്, ഒരു നീറ്റ് ആസ്പിറന്റിന്റെ ജേർണി മാത്രമാണ്. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിത്ത് മൈ പേരൻസ് ആണ്. ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഓരോ സൈഡ്, ഒരു നീറ്റ് ആസ്പിറന്റിന്റെ പാരന്റിന്റെ POV ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ. സോ മീറ്റ് മൈ മദർ, ദിസ് ഇസ് സമീറ ആൻഡ് ദിസ് ഇസ് മൈ ഫാദർ ഫിറോസ്. അങ്ങനെയാണ് ഞാൻ ഫിന ഫിറോസ് ആയത്. ഇപ്പം കറന്റ്ലി ഐ എം ഇൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവാരൂർ, തമിഴ്നാട്. ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഇത് ഞാൻ ഈ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കവറപ്പ് ചെയ്യാൻ പോകുന്നത് മൈ ഹോൾ നീറ്റ് ജേർണി ടിൽ എന്റെ MBBS അഡ്മിഷൻ വരെയാണ്. സോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാൻ. ഓക്കെ പോവാം. ഓക്കെ പോവാ മോനെ. ഓക്കെ. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ട്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? നോ. ഓക്കെ. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്, നിങ്ങൾ എന്തിനാണ് ഇന്നെ ഡോക്ടർ ആക്കാണെന്ന്, എനിക്ക് ഡോക്ടർ ആവണമെന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചത് എന്തുകൊണ്ടാണ്? നിനക്കതിന് കഴിവുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട്. നിങ്ങൾക്കോ? അതുകൊണ്ടാണെന്നാണ് ഇവര് പറയുന്നത്. നമ്മുടെ കുടുംബത്തിൽ വേറെ ഡോക്ടർ ഉണ്ടോ? ആ ഡോക്ടർ ഇപ്പൊ പഠിക്കുന്ന കുട്ടികള് ഉണ്ട്. ഡോക്ടർ ഇപ്പൊ അയക്കുന്നത് ഒരു BDS ഡോക്ടർ, BDS ഉണ്ട്, ഒരു MBBS ഉണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന MBBS ആരുണ്ടോ? MBBS ഇല്ല, MBBS ഗവൺമെന്റിലാണ് പഠിച്ചത്. അങ്ങനെ അതാണ് സംഭവം. അപ്പൊ അതാണ് ഫസ്റ്റ് നമ്മൾ ഡോക്ടർ ആവാൻ ഞാൻ ചോദിച്ചപ്പോ എന്നെ അവര് സമ്മതിച്ചു. എനിക്കൊരു എഗെയിൻസ്റ്റ് വന്നിട്ടില്ല, ഒരു ഒബ്സ്റ്റക്കിൾസും ഉണ്ടായിട്ടില്ല. അടുത്തത്, ഫസ്റ്റ് ഞാൻ നീറ്റ് ജോയിൻ ചെയ്ത് ആ സമയത്താണ് കൊറോണ വന്നത്. ആ സമയത്ത് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയി. എന്താ നീറ്റിനെ പോലെ എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആകെ അറിയുന്നത് എന്താ ഡോക്ടർ ആവണമെന്നുള്ളതാ. അങ്ങനെ ഞാൻ നീറ്റിന് കയറി ആ ഒരു വർഷത്തെ എന്റെ ജേർണി കണ്ടത് ഉമ്മാണ്. നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾ ഗൾഫിലാണ്. പപ്പ ആ സമയത്ത് ഗൾഫിലാണ്. എന്നിട്ട് എന്റെ നീറ്റ് എക്സാം കഴിയുമ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിക്ക പ്രാവശ്യം കിട്ടുന്നുള്ളത്? അത് കിട്ടൂലെന്ന് തോന്നി. അതെന്തുകൊണ്ടാ? കാരണം അതിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് എന്തിനാ സമയത്ത് നിങ്ങളൊരു ഉൾവിളി എന്താ, എനിക്ക് കിട്ടൂലെന്നാണോ? ഞാനിപ്പോ എന്താ പറയാ, അവിടെ ആയതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി അതിനൊരു ഉത്തരം പറയാൻ പ്രയാസമാണ്. നേരിട്ട് കാണാത്തതുകൊണ്ട് അറിയില്ല. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, ഫസ്റ്റ് ടൈം 2021 ഞാൻ നീറ്റ് പോയി എഴുതിയത് ടെസ്റ്റിലാണ്. ഫസ്റ്റ് റിപ്പീറ്റ് ചെയ്തപ്പോ ആ സമയത്തേക്ക് നീറ്റ് കിട്ടിയല്ലോ. എന്ത് തോന്നി? കിട്ടാത്തപ്പോ എന്ത് തോന്നി? അടുത്തതിന് കിട്ടും തോന്നുന്നു. അപ്പൊ ഞാൻ ഇനിയും ചെയ്യും നിങ്ങൾക്ക് അറിയായിരുന്നു. പറഞ്ഞോളേ. അത് നേടിയെടുക്കുന്ന എനക്കൊരു ആത്മവിശ്വാസം ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി. അതുകൊണ്ട് അത് കിട്ടുന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമില്ല, അത്ര സങ്കടമില്ല? ഇല്ല. നിങ്ങൾക്കോ? എനിക്ക് സങ്കടമൊന്നും വന്നില്ല. എനിക്ക് അതിലേക്ക് സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തേനു, ഇപ്രാവശ്യം അല്ല ഫസ്റ്റ് ടൈം ഞാൻ നീറ്റ് എഴുതിയ സമയത്തേക്ക് കിട്ടാത്തപ്പോ ഇവർക്ക് എന്ത് തോന്നി എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഉമ്മ കരഞ്ഞ വേറെ കാര്യം. ആൻസർ പറ. ഇത് നിങ്ങളുടെ ആൻസർ പറയും, പപ്പ പറഞ്ഞേ. വേഗം പറഞ്ഞോളേ. ഫസ്റ്റ് ടൈം കിട്ടാത്തപ്പോ സങ്കടമൊന്നും അല്ല തോന്നിയത്.
ഇനിയും അതിലേക്ക് എത്താനുണ്ടല്ലോ എന്ന് തോന്നി. അങ്ങനെ തോന്നി. അങ്ങനെ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഒരു എഗെയിൻസ്റ്റും ഇവിടുന്ന് വന്നിട്ടില്ല. ഫുൾ സപ്പോർട്ട് ചെയ്യും. ഫുൾ സപ്പോർട്ട് മീൻസ് ഫുൾ സപ്പോർട്ട്. എനിക്കിപ്പം വരുന്ന ഫുൾ ഇൻസ്റ്റാഗ്രാം DMസിലും ഇങ്ങനെ പേരൻസിനെ സപ്പോർട്ട് ഇല്ലാത്ത കുട്ടികളാണ് മെസ്സേജ് ചെയ്യുന്നത്. പാരന്റ്സ് സമ്മതിക്കൂല, എങ്ങനെ ഞാൻ പാരന്റ്സിനോട് പറയും എനിക്ക് ഒന്നും കൂടി ചെയ്യണം എന്നുള്ളത്. ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അൽഹംദുലില്ലാഹ് അങ്ങനത്തെ പാരന്റ്സ് അല്ലല്ലോ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ 2022 വീണ്ടും നീറ്റ് എഴുതാൻ തീരുമാനിച്ച്. അങ്ങനെ ഞാൻ എവിടെ പോയി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി. ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് പറയണ്ട നമ്മള്, അവിടെ നമുക്ക് കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ പറയണ്ടല്ലോ. അപ്പൊ അവിടെ പോയി, അതിന് ഹോസ്റ്റലിലേക്ക് പോയി. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാൻ തുടങ്ങി. ആ ഭാഷ എനിക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നി? കിട്ടുന്ന മുഴുവനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല? നിങ്ങൾക്ക് തോന്നായിട്ടാണ് എനിക്ക് കിട്ടാത്തത്. അപ്പോഴും മുഴുവനായിട്ട് അതിലേക്ക് എത്തിയില്ലായിരുന്നു പഠിപ്പ്. ആ സമയത്ത് കുറെ ഹോസ്റ്റൽ പ്രശ്നങ്ങളും വേറെ കാര്യങ്ങളും ഒക്കെ പ്രശ്നങ്ങളും കുമാരും ഇതിലേക്ക് എത്തിയില്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്ത് തോന്നി? എനിക്ക് കിട്ടുമല്ലേ? അത് തന്നെ, അതായത് എന്താ പറയാ, ഹോസ്റ്റലിൽ പോയതിന്റെ പ്രശ്നങ്ങളും അതുപോലെ ഫുഡിന്റെ ഫുഡ് ആദ്യമായിട്ട് വീട് മാറി നിന്ന പ്രശ്നങ്ങളും ഹോസ്റ്റലിൽ നിൽക്കുന്ന പ്രശ്നങ്ങളും എല്ലാം. തരണം ചെയ്തിട്ട് വരുന്നുള്ളൂ. അപ്പം സ്റ്റഡിയിലേക്കാട് കംപ്ലീറ്റ് കയറാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ 2022 നീറ്റ് വേദവ്യാസയില് പോയിട്ടാണ് എഴുതിയത്. ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാ. അങ്ങനെ 2022 നീറ്റ് എഴുതി തിരിച്ചു വന്നപ്പോ ഞാൻ കരഞ്ഞിട്ടാണ് അറിഞ്ഞു വന്നത്. അപ്രാവശ്യം നമുക്ക് നീറ്റ് കിട്ടിയിട്ടില്ല. അപ്പോഴും നീറ്റ് കിട്ടില്ല ഗൈസ്. ദാറ്റ് ഇസ് ദ റിയാലിറ്റി. അപ്പൊ നിങ്ങൾക്ക് തോന്നും നിങ്ങളെ വീട്ടിലുള്ളവർക്ക് മാത്രം സങ്കടം, നീറ്റ് കിട്ടാത്ത വീട്ടിലത്തെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്റെ ഒരു സ്വഭാവത്തിന് ഓൺലൈൻ മാച്ച് ആയിരുന്നോ? ഇല്ല, ഓൺലൈന് പഠിക്കാൻ പറ്റില്ല. അതെന്താ പഠിക്കാൻ പറ്റാത്ത? കാരണം എന്നൊരാള് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ട് വേണോ എനിക്ക് പഠിക്കണമെങ്കിൽ. അതെ, എനിക്ക് മാച്ച് ആവും ഓൺലൈൻ? ഇല്ല. അങ്ങനെയാണ് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഓഫ്ലൈൻ ചൂസ് ചെയ്തത്. ഇനി എന്റെ ചോദ്യം, ഒരു പ്രാവശ്യം നീറ്റ് എഴുതി കിട്ടാത്തൊരു കുട്ടി ഫെയിലിയർ ആണോ? അതൊരു തോൽവിയാണോ? കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ തോൽവി എന്ന് പറയാൻ പറ്റില്ല. ഒരു ജീവിത പാഠം, ഒരു എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് തോൽവി സമ്മതിച്ച് പോരാന്ന് ഞാൻ പറയുന്നു. രണ്ടാമത് ഈ അതിന് പോയതിനെ കൊണ്ട് ഞാൻ അതൊരു തോൽവിയായിട്ട് കണക്കാക്കില്ല. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ടൈം വീണ്ടും അതേ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓഫ്ലൈൻ ആയിട്ട് ജോയിൻ ചെയ്ത്. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഹോസ്റ്റൽ ലൈഫിലേക്ക് കയറുന്നത്. ആഫ്റ്റർ മൈ 14 years സ്കൂളൊക്കെ പഠിച്ച്, അപ്പത്തേക്ക് എത്ര വയസ്സ് എനിക്ക് ഓർമ്മ, 19 or 20. അങ്ങനെ 20 വർഷത്തിന് ശേഷം ഹോസ്റ്റലിലേക്കൊക്കെ കയറുന്നു. കുറെ ദൂരത്തൊരു ഹോസ്റ്റലില് അങ്ങനെ പോയി ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ആ സമയത്ത് എനിക്ക് കിട്ടുന്ന തോന്നി. ഞങ്ങൾക്ക് ഫസ്റ്റ് ഒക്കെ കിട്ടുമെന്ന് തോന്നിനു. പിന്നെ ആ പഠിപ്പിന്റെ ഇത് റൂട്ട് പോകണം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ അവിടുത്തെ ഹോസ്റ്റൽ പ്രശ്നങ്ങള്, പിന്നെ ഫുഡിന്റെ പ്രശ്നങ്ങള്, മൊത്തം ഓരോരോ കാര്യങ്ങൾ അതിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്, പഠിപ്പിലല്ലായിരുന്നു എനിക്ക് പിന്നെ മനസ്സിലായി. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു കിട്ടൂല. നിങ്ങൾക്കോ? എനിക്ക് ഞാൻ ഇവിടെ ഗൾഫിലാണെന്നല്ലോ, അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഒരു സംശയം ഉണ്ടായിരുന്നു എന്താവും എന്നുള്ള. കാരണം കോളേജിലേക്കാൾ പ്രശ്നങ്ങൾ ഹോസ്റ്റലിൽ വരുന്നുണ്ട്, ഭക്ഷണങ്ങള് കാര്യങ്ങള് അതൊക്കെ. അതിൻ്റെ ഒരു പ്രശ്നത്തിൽ എന്നാലും കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതായത് മാർക്ക് കുറച്ച് കൂടി കിട്ടി. ബോർഡർ സ്കോറിൽ നിന്ന് അല്ലേ? ആ സമയത്ത് BDSന് സീറ്റ് കിട്ടി. അങ്ങനെ വേണമെന്നുള്ളൊരു വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അത്രയല്ലേ ഉള്ളൂ, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയില്ല. 2 പ്രാവശ്യം നമ്മൾ ചെയ്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യം കിട്ടിയില്ല. ആ എക്സാം ഹോളിൽ കേറിയിട്ട് ഞാൻ കരഞ്ഞിട്ടാണ് വന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടത്? എന്നെ കൂട്ടാ വന്നത്. അങ്ങനെ ആ സമയത്ത് നിങ്ങൾക്ക് സങ്കടമായോ? എനിക്ക് നിങ്ങൾക്ക് കിട്ടുക എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു സങ്കടം വന്ന്? സങ്കടം എന്ന് പറയാനിപ്പോ എനിക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാനിപ്പോ പറ്റുന്നില്ല. സങ്കടം ഉണ്ടായിരുന്നു. നിങ്ങൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് നീറ്റ് കിട്ടൂല എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വിഷമായി? വിഷമായി. എന്നാലും തോൽവി വിജയത്തിന്റെ ഒരു മുന്നോടിയായി നമുക്ക് കാണാം എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്.
അങ്ങനെ സെക്കൻഡ് ടൈമും ഞാൻ തോറ്റു. ഞാനൊരു ഫെയിലിയർ ആയിരുന്നു ആ സമയത്ത്, ടു ബി ഓണസ്റ്റ്. കാരണം ആ സമയത്ത് ആ പ്രായമുള്ളൊരു കുട്ടി +2 കഴിഞ്ഞ് നിൽക്കുന്ന മുന്നോട്ട് ജീവിതം പോയിട്ടേ ഇല്ല. അപ്പൊ എനിക്കൊരു സ്റ്റക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയത് ഇതിനെ കൊണ്ട് പറ്റൂലെന്ന്? ഇല്ല, തോന്നിട്ടില്ല. എനിക്ക് പറ്റും നിങ്ങൾക്ക് ഉറപ്പായിരുന്നു. നിങ്ങൾക്കോ? നിങ്ങൾക്ക് എനിക്ക് തോന്നിയില്ല. തോന്നിക്കണമെങ്കിൽ പിന്നെ ഞാൻ അത് അവിടെ തന്നെ നിർത്തിപ്പിക്കലേനോ. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ചെയ്യണോ ചെയ്യണ്ടേ തോന്നാതൊക്കെ കാരണം ഓരോ പ്രാവശ്യം മാർക്ക് കൂടിനു. രണ്ടാമത്തെ പ്രാവശ്യം നമ്മള് ബോർഡറിൽ നിന്നുപോയി. ആ സമയത്ത് എക്സാം എന്തോ ടഫ് എന്തായിനു. ഒരു പ്രാവശ്യം ടഫ് ആയിരുന്നു, ഒരു പ്രാവശ്യം ഈസി ആയിരുന്നു. എല്ലാവർക്കും ഈസി. അപ്പൊ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായി. അപ്പൊ ഫിനുവിന് കുറച്ച് ബെക്കോട്ടെ. രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് കിട്ടാത്ത ഞാൻ പഠിക്കാത്തോണ്ടല്ല, നീറ്റിന് വേണ്ടിയതുപോലെ പഠിക്കാത്തോണ്ട്. അല്ലേ? നീറ്റിന്റെ പഠിപ്പിലേക്ക് എത്തണേന് പഠിക്കാൻ വല്ലതും പഠിച്ചിരുന്നു. അതാണ് എല്ലാരും ശ്രദ്ധിക്കേണ്ടത്. നീറ്റിന്റെ പഠിപ്പ് വേറാണ്. അത് ആ ട്രിക്ക് മനസ്സിലാക്കണം. അപ്പം അതാണ്. അങ്ങനെ 2 പ്രാവശ്യം തോറ്റ്. ഞാൻ തോറ്റപ്പോ നിങ്ങളൊരു തോൽവിയായി തോന്നിനോ? തോൽവിയായിട്ട് തോന്നേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്കൊരു കൊറേ ക്വസ്റ്റ്യൻസ് വന്നിനു. എന്റെ അടുത്തേക്കും കൊറേ കുടുംബക്കാരെ ചോദ്യം വന്നിനു. കൊറേ കാലമായല്ലോ ചെയ്യണേ, നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവല്ലോ. ഒരു പെൺകുട്ടിയാണ്, വയസ്സ് കൂടും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങക്ക് എന്താ പറയാ, ഇത് നിർത്തിയിട്ട് വേറെ ജീവിതം മുന്നോട്ട് പോയിക്കോ, ഇത് മതി, അങ്ങനൊന്നും തോന്നിയിട്ടില്ല. അങ്ങനത്തെ ഒരു കൺസേൺ ആ കുടുംബക്കാര് പറഞ്ഞപ്പോഴൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ലേ? അങ്ങനൊക്കെ ഓരോരുത്തർ പലതും പറയാ. അതിപ്പോ നമ്മളതിന്റെ സെൻസിലിട്ടാൽ നമ്മളതിന് എന്താ പറയാ, അവരങ്ങനെ പറഞ്ഞിവരിങ്ങനെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നതാണോ ആലോചിക്കുന്നത്. അത് ശരിയാണ്. ഇങ്ങനെ റിലേറ്റീവ്സ് നാട്ടുകാരും പറഞ്ഞിട്ട് അതിന്റെ ഒരു പ്രഷർ എനിക്ക് വന്നിട്ടില്ല. കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു നീറ്റ് ആസ്പിറൻസിന്റെ ഒരു ഇമോഷണൽ ജേർണി എന്ന് പറയുന്നത് ഭയങ്കര റോളർ കോസ്റ്റർ, അങ്ങോട്ട് ഇങ്ങോട്ട്, ഡൗട്ട്ഫുൾ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, അതൊക്കെ വരും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നീറ്റ് ആസ്പിറന്റിന്റെ ഒരു പാരന്റിന്റെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗൺ, കിട്ടിയില്ല എന്നിങ്ങനെ വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്കൊരു മാനസിക സമ്മർദ്ദം ഉണ്ടായിനോ? എനിക്ക് കിട്ടാത്തപ്പോ ഒരു കുട്ടിക്ക് ഉണ്ടാവല്ലോ. ഇപ്പൊ ഞാൻ നീറ്റ് എനിക്ക് കിട്ടിയില്ല, എനിക്കൊരു സങ്കടം, അതിന്റെ ഒരു വിഷമം, ഒരു ഇതൊക്കെ ഉണ്ടാവല്ലോ. അതേമാതിരി എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്തിനോ? നിങ്ങൾക്ക് ആലോചിച്ചിട്ട്? അത് ചെറുതായിട്ടുണ്ടാവുമല്ലോ, എന്തായാലും കിട്ടാതിരിക്കുമ്പോ എന്നാലും നിങ്ങൾ കോൺഫിഡന്റ് ആയിരുന്നു ഒരു പ്രാവശ്യം കിട്ടുന്നുള്ളൊരു വിശ്വാസം. ഉമ്മ പറയണത് ഞാൻ കാരണമാണ് നമുക്ക് പ്രഷർ വന്നത് എന്നാണ്. അങ്ങനെയാണ് ഉമ്മ പറയണത് കേട്ടോ. എനിക്ക് ഫസ്റ്റ് 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടായി, പിന്നെ എനിക്കതൊരു ശീലമായി. പിന്നെ നമുക്ക് തോൽവിയൊരു ശീലമായി. പിന്നെ എന്തായാലും അടുത്തതിൽ കിട്ടുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു, എന്തായാലും കിട്ടും എന്നുള്ളൊരിതുണ്ട്. അപ്പൊ ഞാൻ പിന്നെ ചെയ്തിട്ട് തോറ്റിട്ടാണല്ലോ ജയിക്കാൻ. അതെന്നെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വില മനസ്സിലാക്കും. അതിനോട് തോറ്റ് ജയിച്ചിട്ട് വില മനസ്സിലാക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെയാണ് മൂന്നാമത്തെ പ്രാവശ്യം 2023 നീറ്റിന് വേണ്ടി ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്രാവശ്യം ഞാൻ ഒറ്റൊരു കാര്യം മുന്നിലേക്ക് വെച്ചിട്ടുള്ളൂ, ഈ പോയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പോകില്ല, എനിക്ക് വേറൊരു അറ്റ്മോസ്ഫിയർ, വേറെ സംഭവം, ഫുൾ വേറെ തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ. ഞാൻ പോവാണെങ്കിലും വേറെ സ്ഥലത്തേ പോകുള്ളൂ. അങ്ങനെ നമ്മൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ കണ്ടുപിടിച്ച് അവിടാണ് നീറ്റിന് പോയത്. ആ പ്രാവശ്യത്തെ മുന്നേ ഉള്ള 2 പ്രാവശ്യം, ആ പ്രാവശ്യം ഉള്ള ഞാനും തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നി? എന്റെ പഠിപ്പില് അല്ലെങ്കിൽ ആ ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ട്. കൂടുതൽ പഠിക്കുന്നുണ്ട്, നല്ല ഉന്മേഷത്തോടെ പോകുന്നുണ്ട്. ഹോസ്റ്റലിലാണെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല, ഉഷാറായി പഠിക്കുന്നുണ്ട്. അങ്ങനെ അത്ര തന്നെ. എനിക്കും അങ്ങനെ തന്നെ സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് ഒരു പോയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പിന്നാണെങ്കിൽ വേറെ കച്ചറയും ഉൽമാലുകളൊന്നും പറയുന്നില്ല, വെറും പഠിപ്പിന്റെ കാര്യങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ വേറെ എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും അത് സഹിക്കാൻ പഠിച്ചു 2 കൊല്ലം കൊണ്ട്. അപ്പൊ ഈ 3-മത്തെ കൊല്ലം വിനോന് തന്നെ ഈസിയായി. അതുകൊണ്ട് എനിക്ക് നല്ല സമാധാനം ഉണ്ടായിരുന്നു, സ്വസ്ഥതയും സമാധാനം. അപ്പൊ 3-മത്തെ വർഷം എനിക്ക് കിട്ടും എന്ന് നിങ്ങൾക്ക് ഉറപ്പായി? നല്ല ഉറപ്പുണ്ടായി. ഉമ്മക്ക് ഉറപ്പായിരുന്നു, ഇവർക്കൊക്കെ ഉറപ്പായിരുന്നു. കാരണം ഞാൻ വേറെ വല്ല എക്സാമിന് അപ്ലൈ ചെയ്യണോന്ന് ചോദിച്ചപ്പോ എന്നോട് വേണ്ട, എനിക്ക് പ്രാവശ്യം നീറ്റ് കിട്ടും എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സംഭവ ബഹുലമായ മെസ്സായി പോയി. കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ നീറ്റ് എക്സാമിന് പോകുന്ന ഒരു 3 മണിക്കൂർ ഉണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ രണ്ടാളും ആ ഒരു തോറ്റ 2 എക്സാം ഇട്ടോ,
ആ സമയത്ത് നിങ്ങൾ രണ്ടാളും ആ 3 മണിക്കൂറിൽ ചെയ്ത കാര്യം എന്താ? പ്രാർത്ഥിക്കുക, എഴുതണേ, ജയിക്കണേ, കിട്ടണേ, അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയണേ, ജയിച്ചു വരണേന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്താ ചെയ്തത്? ഫസ്റ്റത്തേന് എനിക്ക് വലിയ പ്രതീക്ഷ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ അത് അത്ര തലയിലേക്ക് എടുത്തില്ല. നന്നായി. രണ്ടാമത്തേന് ഞാൻ പ്രാർത്ഥിച്ചു എന്നുള്ള ഒരു മനസ്സിലുണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായോ 3 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങണ വരെ? കാരണം ഈ 3 കൊല്ലവും കൊണ്ടിരുന്നതൊക്കെ ഉമ്മാണ്. ഫിസിക്കൽ സപ്പോർട്ട് ഉമ്മൻ്റെതാണ്, ഇമോഷണൽ ആൻഡ് മെന്റൽ സപ്പോർട്ട് ഉമ്മക്ക് കൊടുക്കുന്നത് പപ്പാണ്. അങ്ങനെ ഒരു ഇതിലാണ് ഇത് വന്നത്, ചെയിനിലാണ് ഇങ്ങനെ വന്നത്. ഒരു മദർ സൈഡ്, ഒരു ഫാദർ സൈഡ്, ഒരു ടിപ്പിക്കൽ മദർ സൈഡ് ആൻഡ് ഫാദർ സൈഡാണ് ഞങ്ങളിവിടെ കാണുന്നത്. അങ്ങനെ 3ാമത്തെ വർഷം 2023 നീറ്റ്. 2023 നീറ്റിന് എനിക്ക് എന്റെ തന്നെ സ്കൂളാണ് സെന്ററൊക്കെ കിട്ടിയത്. അതൊരു സമാധാനം, എനിക്ക് പേഴ്സണലി ഒരു സമാധാനം. അങ്ങനെ ഞാൻ നീറ്റ് എക്സാം എഴുതാൻ പോയി. ഞാൻ ഉമ്മ അവിടെ കാത്തുക്കുണ്ട്, അവിടുത്തെ ഡയറക്ടേഴ്സ് ഒക്കെ വന്ന് കണ്ടിന് വന്ന്. നിങ്ങൾക്ക് ഓർമ്മയില്ല അത്? അങ്ങനെ ഞാൻ എക്സാമിന് കയറാൻ പോകുമ്പോ നിങ്ങൾക്ക് എന്ത് തോന്നി? ഞങ്ങളോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. അവ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തു, കരച്ചിലാണ് നമ്മളെ ആൻസർ. അങ്ങനെ ലാസ്റ്റ് ടൈം 2023 നീറ്റിന് ഞാൻ JDT എക്സാമുകളിൽ കയറി. ആ സമയത്ത് ഞാൻ നല്ലോണം എക്സാം എഴുതി. ഞാൻ നല്ല ചിരിച്ചോണ്ടാണ് എക്സാമിൽ ഇറങ്ങി വന്നത്. എന്താ ഞങ്ങൾക്കൊരു കുറച്ച് കാണല്. അങ്ങനെ നീറ്റ് കിട്ടി, ഞാൻ വന്നു. നീറ്റ് കിട്ടിയതല്ല, എനിക്ക് നല്ലതേനും. എന്നിട്ട് ഞാൻ ഇറങ്ങി വന്ന് അപ്പത്തെ ഒരു റിയാക്ഷൻ, അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നി? അത് പോട്ടെ, നിങ്ങൾക്ക് എന്ത് തോന്നി? ഞങ്ങളെ വിളിച്ചു പറഞ്ഞല്ലോ. എന്നിട്ട് നീറ്റ് നല്ല പറയുകയും ചെയ്തു, എന്റെ വീഡിയോ കണ്ടു, ഇറങ്ങി ചിരിച്ചും കൊണ്ട് ഓടി വരുന്നു. സന്തോഷമായി.